ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 41 ദിവസവും മോൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഈ പൂജയ്ക്ക് കൂട്ടിരിക്കണമെന്നുള്ളതാ. മുത്തശ്ശി, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അങ്ങനെ പറയരുത് മോളെ. വിശ്വാസങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ കണ്ണിൽ കണ്ട തലമുറയാ ഞങ്ങളുടേത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാ നിങ്ങൾ ചിലപ്പോ വലിയ വലിയ ഡോക്ടർമാരുടെ അടുത്ത് പോവുമായിരിക്കും. പക്ഷേ മോള് കേട്ടിട്ടില്ലേ, പല സ്ഥലത്തും ഡോക്ടർമാര് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിന്റെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് പറയും. അപ്പോ ഏതാണ് സത്യം? മുത്തശ്ശി, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. മുത്തശ്ശി എന്തെങ്കിലും പൂജ നടത്തുന്നതിനോ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനോ ഞാനെതിരല്ല. അതിന് ഞങ്ങളെ നിർബന്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ... നവീൻ, നീ എന്നോട് തർക്കിക്കാൻ വരരുത്. കളരിക്കൽ കുടുംബത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ എനിക്ക് താഴെയുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അനുസരിച്ചേ പറ്റൂ. നവീൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതും ഈ 2025-ല്? എന്റെ കാര്യം വിട്. തനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. താൻ പൂജാമുറിയിൽ കയറുന്നത് വിളക്കെടുക്കുന്നൊക്കെ കണ്ടപ്പോ നല്ല ഭക്തിയും വിശ്വാസമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ഓ, അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടല്ലേ. നമുക്ക് എങ്ങനെയാ നവീൻ 41 ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നത്? ഐ കാണ്ട്. നവീൻ അത് വിട്ടുകളാം. ഓക്കെ, ഞാനതിന് ശ്രമിക്കാം. പിന്നെന്തോ പെട്ടെന്ന് മനസ്സങ്ങ് വല്ലാതെ. മുത്തശ്ശിയെ നിഷേധിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നമുക്ക് മുത്തശ്ശി പറയുന്നതൊക്കെ ചെയ്യുന്നതായിട്ട് അങ്ങ് അഭിനയിക്കാം. അല്ലെങ്കിൽ നവീൻ കണ്ടിട്ടില്ലേ, ഈ വലിയ വലിയ തറവാടുകളിലൊക്കെ പുതിയ തലമുറയെ മുണ്ടുടുപ്പിച്ചും സാരി ഉടുപ്പിച്ചും ഒക്കെ സർപ്പക്കളത്തിന്റെ മുന്നിലും അമ്പലത്തിന്റെ മുന്നിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്നത്? അവരൊക്കെ പലപ്പോഴും വിദേശത്തുനിന്ന് വന്ന ആളുകളായിരിക്കും. ഇവിടുത്തെ സിസ്റ്റത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരുമായിരിക്കും. പക്ഷെ എന്നാലും കാരണവന്മാരെ എന്നിരുന്നാൽ അവരനുസരിക്കും. അത് അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. തനിക്ക് മുത്തശ്ശി അറിയാഞ്ഞിട്ടാ. മുത്തശ്ശി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിർബന്ധം പിടിക്കും. എന്തായാലും ഇപ്പം മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ. നാളെ മുത്തശ്ശിയെ ചെന്ന് കാണുമ്പോ മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ നമുക്കനുസരിച്ച് തുടങ്ങാം. ഇങ്ങനെ തന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോ ഒരാചാരങ്ങളെയും ബഹുമാനിക്കാൻ തോന്നുന്നില്ല. ഒരു വിശ്വാസത്തിന്റെയും ഭാഗമാവാനും തോന്നുന്നില്ല. നവീന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നമുക്കിടയിൽ ഇപ്പൊ ഒന്ന് മാത്രമേ ഉള്ളൂ, ലവ്. ആചാരങ്ങളൊക്കെ നമുക്ക് തെറ്റിച്ചേക്കല്ലേ? സോറി മമ്മി. സർപ്പശാപത്തിന്റെ കഥകൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മമ്മിയെ കളിയാക്കിയിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് അതൊക്കെ ഒരു വിശ്വാസമാണോന്ന് വരെ ചോദിച്ചു. പക്ഷെ ഇന്നെനിക്കത് ബോധ്യായി. സർപ്പശാപമുണ്ട്. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി മമ്മി. ഞാൻ എന്നേക്കുമായി അവസാനിക്കാൻ പോവാണെന്ന് പോലും ഞാൻ പേടിച്ചു. മമ്മി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? 41 ദിവസം
ഇവര് വിധിക്കുന്ന കഠിനമായ വ്രതങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. മാത്രല്ല ശാപം ഒഴിഞ്ഞു പോണെങ്കില് നവീൻ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ അത് ചെയ്യേണ്ടത്. അതാ കൃഷ്ണയല്ലേ. അങ്ങനെയെങ്കില് ഇനിയുള്ള 41 ദിവസം കളരിക്കൽ എനിക്ക് പകരം കൃഷ്ണ തന്നെ പോയി ചെന്ന് നിൽക്കട്ടെ. വ്രതവും പൂജയൊക്കെ അവള് പൂർത്തിയാക്കട്ടെ. അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിയുമ്പോ ഞാൻ നവീന്റെ ഭാര്യയായ മതിയല്ലോ. അവിടെ ചെന്ന് നിന്നാ മതിയല്ലോ. ഗാഥ മാഡം പറയുന്നതിലും കാര്യമുണ്ട്. പൂജാരി കൽപ്പിക്കുന്ന വ്രതങ്ങൾ എത്ര കഠിനമാണെങ്കിലും കൃഷ്ണ അത് പൂർത്തിയാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാം. 41 ദിവസം നവീൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതുകൊണ്ട് നവീനെ കുറിച്ചോ കൃഷ്ണയെ കുറിച്ചോ എനിക്ക് പേടിയൊന്നും തോന്നേണ്ട കാര്യമില്ല. മമ്മി ഇത്രയൊക്കെ സഹിച്ചില്ലേ? നവീനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മരിക്കേണ്ട മമ്മി. എനിക്ക് മമ്മിയുടെ കൂടെ ജീവിക്കണം. നവീന്റെ ഭാര്യയാവണം. പ്ലീസ് മമ്മി. സിനി, ഏതായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയില്ലേ. ഇനിയുള്ള ചടങ്ങുകൾ കൂടി കൃഷ്ണ പൂർത്തിയാക്കട്ടെ.